മുഞ്ചത്തീസ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് കണ്ടാലോ. ഇത് സാറ്റർഡേ വ്ളോഗാണേ. രാവിലെ എണീറ്റു, ചായയെല്ലാം കുടിച്ചു. മോള് വന്ന് എന്നോട് പറയും ഇന്ന് സ്കൂളിൽ നേഴ്സറി പോകുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയേ പറ്റൂ, കാരണം എനിക്കിന്ന് 2-3 പോകാനുണ്ട്. എനിക്കൊരു എക്സാം ഉണ്ട്. ഞാനും ഇക്കായും കൂടെ കുറച്ചെടുത്ത് പോകണം, ഒരു ഷോപ്പിംഗ്, പിന്നെ ബാങ്കിൽ പോകണം പ്രധാനമായിട്ടും. അപ്പം ഞാൻ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷായി കിച്ചണിൽ കയറി ദോശയും ഇഡലിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മക്കൾക്ക് മദ്രസയിൽ പള്ളിയിൽ പരീക്ഷ, ആനുവൽ എക്സാമാണ്. പിന്നെ ഇന്ന് സാറ്റർഡേ അവർക്ക് സ്കൂളുണ്ട്, സ്കൂളിൽ വിട്ടില്ല. കാരണം എക്സാം 2 ടൈമാണ്, 7 മുതൽ 10 തൊട്ടും 10 മുതൽ പിന്നെ 10:30 കഴിഞ്ഞ് വീട്ടിൽ വരാം. അതുകൊണ്ട് ഒരു 11 തൊട്ട് 12 വരെയും അങ്ങനെയാണ് എക്സാം ടൈം വെച്ചിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല, അവർക്ക് സെക്കൻഡ് ഷിഫ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മദ്രസയിൽ പോകാനും ഒരുങ്ങി. കുഞ്ഞുമോളെ ഞാൻ നേഴ്സറി പാനും ഒരുക്കി. അപ്പോൾ ഇതേ ദോശയൊക്കെ ചുടു. അപ്പോൾ തലേന്ന് രാത്രി മേടിച്ച പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വന്ന അമ്മ അതും കൂടെ ചൂടാക്കി കൊടുക്കാൻ. അപ്പം പൊറോട്ട എന്ന് പറയുന്നതും ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ജീവനല്ലേ കൊച്ചുകുഞ്ഞുങ്ങൾക്ക്. ഇവിടെ അതാണെങ്കിൽ എപ്പോഴും മേടിച്ചാൽ തിന്നും. പക്ഷേ എപ്പോഴൊന്നും നമ്മൾ പൊറോട്ട മേടിക്കില്ലല്ലോ, മൈദ അല്ലേ, ശരീരത്തിന് കേടാ. അങ്ങനെ ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ദോശയും സാമ്പാറെല്ലാം കൂടെ ആക്കി 3 പേർക്കും ഞാൻ ഫുഡ് കൊടുത്തു. ഫുഡ് കൊടുക്കുന്നത് എന്താ, ടേബിളിൽ നല്ല കഴിക്കുന്ന 3 പേരും ഒരാൾ ഹാളിൽ ഇരുന്ന് ടി വി കാണേണ്ടി കഴിക്കുന്നു, ബാക്കി 2 പേര് റൂമിൽ ഇരുന്ന് ടി വി കാണേണ്ടി കഴിക്കുന്നു. 2 പേർക്കും ഒരാൾക്ക് ഡോറായി ഒരാൾക്ക് ബാലവീരം, അങ്ങനെയൊക്കെ ഇവിടെ അടിയാണ് ടി വി കാണുന്നത് 2 ഉണ്ടെങ്കിലും. അപ്പം ഞാൻ റെഡിയായി, നേരത്തെ കുളിച്ച് റെഡിയായി, രാവിലെ അത് കുളിക്കും. ഞാൻ റെഡിയായി പോകാൻ വേണ്ടി. അങ്ങനെ നല്ല വെയിലാണ്. ഞങ്ങൾ 2-3 പോയി കഴിഞ്ഞിട്ട് എക്സാമിനും പോകണം. എക്സാമിന് ഏകദേശം 1 മണിയാകുമ്പോൾ എനിക്ക് അവിടെ എത്തണം. അപ്പോൾ എന്നെ കൊണ്ടുവിട്ടു. അപ്പോൾ 1.5-2 മണിക്കൂറുണ്ടല്ലോ എക്സാമിന്. അപ്പോൾ പോയി. എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.